അസ്സലാമു അലൈക്കും. ഇത്താത്തയാണ്. റബി അൽ അവൽ മാസം പിറവി കണ്ടു. ഒരുപാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഹബ്ബത്ത് വർദ്ധിപ്പിച്ച ഒരുപാട് ഇഷ്ടം ഉള്ള ആളുകളുടെ മനസ്സിന് വല്ലാത്ത സന്തോഷം ലഭിക്കുന്ന ഒരു മാസമാണിത് അല്ലേ. അപ്പോൾ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ് എന്നുള്ളത്. ആ ഒരു രൂപമല്ല, ആ ഒരു പ്രകാശമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. പക്ഷേ അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മൾക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ മാറാൻ തയ്യാറെടുക്കും എന്നുള്ളതാണ്. കാണാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ സ്വപ്നത്തിൽ മാത്രമല്ല കേട്ടോ, ഉണർവിലും നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് ധാരാളം സ്വലാത്തുകൾ, ദീനേന സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അറിയാവുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മതി. അതുപോലെ തന്നെ ആരോടും നമ്മുടെ നാവിനെ, നമ്മുടെ തഖ്വയെ നശിപ്പിക്കുന്ന വിധം, നമ്മുടെ ഈമാനെ നഷ്ടപ്പെടുത്തുന്ന വിധം ആരോടും വഴക്കിന് പോകാതിരിക്കുക. തിരിച്ച് ഇങ്ങോട്ട് ഒരു കാരണവുമില്ലാതെ വഴക്കിന് വന്നാലും മൗനം പാലിച്ചുകൊണ്ട് മാറി നിൽക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഈമാൻ നമുക്ക് ശക്തിപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുക, കുടുംബ ബന്ധം നമ്മൾ ചേർത്ത് പിടിക്കുക, അയൽവാസികളെ സ്നേഹിക്കുക. നമ്മളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞത് എന്താണ്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയർ നിറച്ചു കഴിക്കുമ്പോൾ അവൻ നമ്മളിൽ പെട്ടവനല്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ